നമസ്കാരം, ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം, ഫൈക്കസ് കാരിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഫലമാണിത്. യഥാർത്ഥത്തിൽ അത്തിപ്പഴം ഒരു പഴമല്ല, മറിച്ച് ഒരു സൈക്കോണിയമാണ്. അതായത് ഉള്ളിലേക്ക് വിരിഞ്ഞ ഒരു പുഷ്പമാണിത്. അതിനാൽ ഇതിനെ സ്യൂഡോ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. ഈ പഴത്തിന് മൃദുവായ തൊലിയും മധുരമുള്ള ഉള്ളിലെ മാംസമുള്ള ഭാഗവുമുണ്ട്. ഉള്ളിൽ ചെറിയ വിത്തുകൾ കാണാം. ഇന്ത്യൻ വിപണിയിൽ അത്തിപ്പഴം പ്രധാനമായി 3 രൂപങ്ങളിൽ ലഭ്യമാണ്. ഒന്ന്, പച്ച അത്തിപ്പഴം, ഫ്രഷ് ഫിഗ്. ഇത് സീസൺ സമയങ്ങളിൽ, അതായത് ജൂലൈ മുതൽ ഒക്ടോബർ വരെ പഴക്കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. ഇവ വേഗത്തിൽ കേടുവരുന്നതിനാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഉണങ്ങിയ അത്തിപ്പഴം, ഡ്രൈഡ് ഫിഗ്സ്, ഇതാണ് ഏറ്റവും വ്യാപകമായി ലഭ്യമായ രൂപം. വർഷം മുഴുവൻ ഇത് വിപണിയിൽ കാണാം. ഉണങ്ങുമ്പോൾ ഇതിലെ പോഷകങ്ങളും പഞ്ചസാരയും കൂടുതൽ സാന്ദ്രീകരിക്കപ്പെടും. 3, സംസ്കരിച്ച രൂപങ്ങൾ, പ്രോസസ്ഡ് ഫോംസ്, ജാം, ജെല്ലി, പ്രിസർവ്, ഐസ്ക്രീം, കേക്ക്, എനർജി ബാറുകൾ തുടങ്ങിയ രൂപങ്ങളിലും അത്തിപ്പഴം വിപണിയിൽ ലഭ്യമാണ്. ഇന്ത്യയിൽ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അത്തിപ്പഴം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അത്തിപ്പഴത്തിൽ ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ്സ്, ഡയറ്ററി ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇനി ഇതിന്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ദഹനത്തെ സഹായിക്കുന്നു. ഇതില് ഉയർന്ന അളവിലുള്ള ഡയറ്ററി ഫൈബർ മലബന്ധം തടയുകയും ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. 2, പ്രീബയോട്ടിക് ഗുണങ്ങളുണ്ട്. ഇതിലെ ഫൈബർ ഒരു പ്രീബയോട്ടിക് ആയി പ്രവർത്തിച്ച് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. 3, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അത്തിപ്പഴത്തിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുവഴി ഹൈപ്പർടെൻഷൻ കുറയ്ക്കുന്നു. 4, കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ എന്ന ലയിക്കുന്ന ഫൈബർ ശരീരത്തിലെ അധിക കൊളസ്ട്രോളിനെ പുറന്തള്ളാൻ സഹായിക്കുന്നു. 5, ചിലതരം അർബുദത്തെ പ്രതിരോധിക്കാം. അത്തിപ്പഴത്തിലെ പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ് തുടങ്ങിയ ആന്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന കോശനാശത്തെ തടയാൻ സഹായിച്ചേക്കാം. ചില പഠനങ്ങൾ ഇവ കോളോൺ ക്യാൻസർ സാധ്യത കുറയ്ക്കുമെന്ന് സൂചിപ്പിക്കുന്നു. 6, എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമായതിനാൽ എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുകയും ഓസ്റ്റിയോപോറോസിസ് തടയുകയും ചെയ്യുന്നു. 7, ചർമ്മത്തിന്റെ ആരോഗ്യം. ആന്റി ഓക്സിഡന്റ് ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കുകയും ചർമ്മത്തിൽ യുവത്വം നിലനിർത്തുകയും ചെയ്യുന്നു. അലർജി പോലുള്ള അവസ്ഥകൾക്ക് ഇത് ഗുണകരമാണ്. 8, വിളർച്ച തടയുന്നു. അയണിന്റെ നല്ലൊരു സ്രോതസ്സായതിനാൽ ഹീമോഗ്ലോബിൻ ഉൽപാദനം വർദ്ധിപ്പിച്ച് വിളർച്ച തടയാൻ ഇത് സഹായിക്കുന്നു. 9, ശരീരഭാരം നിയന്ത്രിക്കുന്നു. ഉയർന്ന ഫൈബർ വിശപ്പ് കുറയ്ക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. 10, ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. സിങ്ക്, മാംഗനീസ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ പ്രത്യുത്പാദന ഹോർമോണുകളുടെ ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമാണ്. 11, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. വൈറ്റമിൻ സി പോലുള്ള വിറ്റാമിനുകളും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. 12, ഊർജം നൽകുന്നു. പ്രകൃതിദത്തമായ പഞ്ചസാരകളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നിവയുടെ സാന്നിധ്യം തൽക്ഷണ ഊർജം നൽകുന്നു. 13, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നു. ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ ഇത് ആശ്വാസം നൽകുമെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. 14, കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അത്തിപ്പഴത്തിന്റെ സത്ത് കരളിനെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് എഫക്ട് സഹായിക്കുമെന്നാണ്. 15, തൊണ്ടവേദന കുറയ്ക്കുന്നു. ഇതിന്റെ നീര് തൊണ്ടവേദനയും വീക്കവും കുറയ്ക്കുവാൻ സഹായിക്കും. 16, ഉറക്കം മെച്ചപ്പെടുന്നു. ഇതിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. 17, കണ്ണിന്റെ ആരോഗ്യം. വൈറ്റമിൻ എയുടെ സാന്നിധ്യം കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലാർ ഡീജനറേഷൻ തടയാനും സഹായിക്കുന്നു. 18, ശരീരത്തിലെ pH നില സന്തുലിതമാക്കുന്നു. ഇതിലെ ആൽക്കലൈൻ സ്വഭാവം ശരീരത്തിലെ ആസിഡ് നില കുറയ്ക്കുവാൻ സഹായിക്കുന്നു. 19, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. പൊട്ടാസ്യം സോഡിയത്തിന്റെ ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിക്കുന്നു. രക്തസമ്മർദ്ദം ആരോഗ്യകരമായ നിലയിൽ നിലനിർത്തുകയും ചെയ്യുന്നു. 20, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇതിലെ ഫ്ലേവനോയിഡുകൾക്ക് ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ കഴിവുണ്ട്. 21, തലമുടിയുടെ ആരോഗ്യം. ഇതിലെ പോഷകങ്ങൾ തലമുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി കൊഴിച്ചൽ തടയുകയും ചെയ്യുന്നു.
22 പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ പേശികളുടെ ശരിയായ പ്രവർത്തനത്തിന്റെ ആവശ്യമാണ്. 23 നെർവസ് സിസ്റ്റത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. വൈറ്റമിൻ ബി കോംപ്ലക്സ് നെർവസ് സിസ്റ്റത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ്. 24 വായ്നാറ്റം കുറയ്ക്കുന്നു. അത്തിപ്പഴം ചവയ്ക്കുന്നത് കൊണ്ട് ഉമിനീർ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വായിലെ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും വായ്നാറ്റം കുറയ്ക്കുകയും ചെയ്യും. 25 പൈൽസ് ഹ്യൂമറോയിഡ് തടയുന്നു. ഉയർന്ന ഫൈബർ മലബന്ധം കുറയ്ക്കുന്നതിലൂടെ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. 26 ആന്റി മൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. ചിലതരം ബാക്ടീരിയകൾക്കും ഫംഗസുകൾക്കും എതിരെ പ്രവർത്തിക്കാൻ ഇതിന് കഴിവുണ്ട്. 27 ആർത്തവ പ്രശ്നങ്ങൾക്ക് പരിഹാരം. PMS പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം ലക്ഷണങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ചില അവസ്ഥകൾ ഉള്ളവർ, അതായത് രക്തം കട്ടപിടിക്കുന്നതിന് മരുന്ന് കഴിക്കുന്നവർ, അലർജി ഉള്ളവർ, വൃക്കരോഗങ്ങളുള്ളവർ, പ്രമേഹ രോഗികൾ, വയറിളക്കം അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ അത്തിപ്പഴം ഒഴിവാക്കുകയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മിതമായ അളവിൽ മാത്രം കഴിക്കുകയോ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നന്ദി.